തല ഇവിടെ ഈ ഗേറ്റ് ഉണ്ടായിട്ട് പോലും തല സംഭവിക്കുന്ന പറയുന്നത് ഭയങ്കര സംഭവമായിപ്പോയി. നമ്മുടെ അറിവിൽ ആദ്യമായിട്ടായി പുഞ്ചിരിവെക്കൽ ഈ സംഭവം നടക്കുന്നേ. മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. സംശയിക്കാതെ അങ്ങനെ ഒരുപാട് പേരെ സംശയിക്കേണ്ടി വരും. നമുക്ക് ആരും പറയാൻ പറ്റത്തില്ല. കൊല്ലം ജില്ലയിലെ ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പുഞ്ചിരിമുക്ക് ജയാഭവനിൽ വിശ്വനാഥൻ പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടർ രാത്രിയുടെ മറവിൽ മോഷണം പോയി. ഇന്നലെ രാത്രി 11 മണി കഴിഞ്ഞാണ് സ്കൂട്ടർ മോഷണം പോയതെന്ന് വിശ്വനാഥൻ പറയുന്നു. ഇന്നലെ രാത്രി 11 മണി കഴിയുക എൻ്റെ വീട്ടിൻ്റെ പോർച്ചിലിരുന്ന് ആക്കിയ സ്കൂട്ടി മോഷണം പോയി. രാവിലെ 6 മണിക്കാണ് അത് അന്വേഷിക്കുന്നത്. എന്നിട്ടിപ്പോൾ കണ്ടാണ് ഉടനെ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് അവിടുന്ന് SI സ്ഥലത്ത് വന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു 7 ഷീറ്റ് എൻ്റെ മകൻ്റെ അതും പോയി. രാത്രി 11 മണി കഴിയുക. കാരണം 11 മണിക്ക് ഞാൻ മുറ്റത്ത് ഇറങ്ങുമ്പോൾ കിടക്കുമ്പോൾ 11 മണി കഴിഞ്ഞു. അപ്പോഴും വണ്ടി അവിടെ ഇരിപ്പുണ്ട്. രാവിലെ എഴുതിട്ട് പാല് മേടിക്കാൻ പറഞ്ഞിട്ട് വണ്ടി നോക്കുമ്പോൾ അവിടെ വണ്ടി കാണാൻ കഴിയും. അപ്പോൾ തന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. എൻ്റെ പേര് വിശ്വനാഥൻ പിള്ള, ജയഭവനം. ഏരൂർ. സമീപത്ത് താമസിച്ചിരുന്ന വിശ്വനാഥന്റെ മകന്റെ വീട്ടിൽ നിന്നും റബ്ബർ ഷീറ്റും മോഷണം പോയിട്ടുണ്ട്. KL 16J3699 എന്ന കറുത്ത നിറമുള്ള ആക്റ്റീവയാണ് മോഷണം പോയത്. നമ്മുടെ അറിവിൽ ആദ്യമായിട്ടായി പുഞ്ചിരിവെക്കൽ ഈ സംഭവം നടക്കുന്നേ. മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. തല ഇവിടെ ഈ ഗേറ്റ് ഉണ്ടായിട്ട് പോലും തല സംഭവിക്കുന്ന പറയുന്നത് ഭയങ്കര സംഭവമായിപ്പോയി. കാര്യം താഴോട്ടൊക്കെ ഈ ഗേറ്റും അതിലൊന്നും ഇല്ലാത്ത ഒരുപാട് വണ്ടികളുടെ ഇരിപ്പുണ്ട് വഴിയേരിൽ. സംശയമുണ്ടോ? സംശയിക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെ നമ്മളാരെയും അറിയാതെ ഒന്നും പറയാൻ നോക്കില്ലല്ലോ. സംശയിക്കാതെ അങ്ങനെ ഒരുപാട് പേരെ സംശയിക്കേണ്ടി വരും. നമുക്ക് ആരെയും പറയാൻ പറ്റത്തില്ല. ഒരറിവും ഇല്ലാതെ അങ്ങനെ വ്യക്തിപരമായിട്ട് പറയാൻ നോക്കില്ലല്ലോ. ഏരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു മോഷണം ഇത് ആദ്യമാണെന്നാണ് ഏരൂർ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ അജിത് പറയുന്നത്. പുഞ്ചിരിമുക്കിൽ നമ്മുടെ വിശ്വാണൻ്റെ സ്കൂട്ടി ഇന്നലെ രാത്രി ഏതോ സാമൂഹ്യവിരുദ്ധരായിരിക്കും ഒരു 12 മണിക്ക് ശേഷമാണിത് കാണാതെ സാഹചര്യം ഉണ്ടാകുന്നത്. പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു സംഭവം ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാമൂഹ്യവിരുദ്ധരെ പിടിക്കുക എന്നുള്ള പോലീസ് വളരെ ജാഗ്രതയായിട്ട് ഇടപെടുന്നുണ്ട്. വീട്ടിലിരുന്ന സിറ്റൗട്ടിലിരുന്ന സ്കൂട്ടിയാണ് മോഷണം പോയിരിക്കുന്നത്. തൊട്ടപ്പുറത്തെ മകൻ്റെ ഷീറ്റ് 7 ഷീറ്റ് വെട്ടി എനിക്ക് വന്ന് ഉറ ചെയ്ത് അടിച്ചുകൊണ്ടിട്ട ഷീറ്റാണ് മോഷണം പോയിരിക്കുന്നത്. അപ്പോൾ അത് പോലീസ് അന്വേഷണം ജാഗ്രത പാലിക്കുന്നുണ്ട്. ബൈക്ക് മോഷണം പോയെന്ന് എപ്പോഴാണ് അറിയുന്നത്? രാവിലെ എനിക്കിപ്പോഴാണ് അറിയുന്നത്. ഒരു 11 മണിക്ക് ശേഷം കിടന്നല്ലോ രാത്രി. രാവിലെ പാല് വാങ്ങുന്നതിന് വേണ്ടി ഈ വാഹനം ഉപയോഗിച്ച് പോകുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്.